ഹായ് നമസ്കാരം. ഞാൻ കാവ്യ ശ്രീനിവാസ് ഒഫീഷ്യൽ, മെയ്ഡ് ഇൻ കുന്നംകുളം. മനുഷ്യന് രണ്ട് മുഖങ്ങളുണ്ട്, നാണയത്തിന് രണ്ട് വശങ്ങളുണ്ട്. അതുപോലെയാണ് രാത്രിയും പകലും. രാത്രി സുന്ദരിയാണ്, അതിമനോഹരിയാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ രാത്രിയെ കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന്. പ്രണയവും രാത്രിയും തമ്മിൽ അഭേദ്യമായ ബന്ധം തന്നെയുണ്ട്. പല പ്രണയങ്ങള് പൂവിടുന്നതും കൊഴിയുന്നതും രാത്രികാലങ്ങളിലായിരിക്കും. രാത്രികാലങ്ങളിലെ പ്രണയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാ? ചെറിയ കുശുശുപ്പും കരകരപ്പും പശുപശുപ്പും നിറഞ്ഞതായിരിക്കും. വേറൊന്നുമല്ല, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പ്രണയം ഇല്ലാത്തവരെന്ത് ചെയ്യുമെന്ന്. കാമുകിമാരില്ലാത്ത കാമുകന്മാര് രാത്രികാലങ്ങളിൽ VPN വഴി ക്ലാസ് യാത്ര നടത്താറുണ്ട്. അതുപോലെ തന്നെ കാമുകന്മാരില്ലാത്ത കാമുകിമാര് മീഷോ വഴി ഷോപ്പിംഗ് നടത്തും. ഒരു ലൈൻ സെറ്റ് ആയവൻ അന്ന് രാത്രി തലവണ കെട്ടിപ്പിടിച്ച് കിടന്ന് മറിയും. നേരെ മറിച്ചത് പൊളിഞ്ഞു കഴിഞ്ഞാൽ വെള്ളടിച്ച് റോട്ടി കിടന്ന് മറിയും. ഒരു ലൈൻ പൊളിഞ്ഞ പെണ്ണിന്റെ അവസ്ഥ അതെനിക്ക് എന്റെ തലവണയ്ക്ക് മാത്രമേ അറിയുള്ളൂ. പ്രത്യേകിച്ചൊന്നുമല്ല, തലയുടെ കെട്ടിപ്പിടിച്ച് അപാര കരച്ചിലേറിയും. പിന്നെ രമേശേട്ടാ, നമ്മുടെ എപ്പിസോഡുകൾ ടെലികാസ്റ്റ് തുടങ്ങി യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരാൻ തുടങ്ങിയപ്പോഴേ എനിക്ക് ആളുകളുടെ പൾസ് മനസ്സിലായി. ടോയ്ലറ്റ്, ലേബർ റൂം, ആദ്യരാത്രി ഭയങ്കര ഡിമാൻഡാ. ഒന്നില്ലേ വൈറലാവും, അല്ലേ എയറിലാവും. ഇതിൽ രണ്ടില് ഏത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾക്കൊക്കെ നല്ല വിഷ്വൽ ഇമേജ് കിട്ടുന്ന ആദ്യരാത്രിയെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ആദ്യരാത്രിന്ന് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര വലിയ ആകാംക്ഷയൊന്നും വേണ്ട. സെൻസറിങ് കഴിഞ്ഞ് ബാക്കിയേ പറയാൻ പാടുള്ളൂ എന്ന് രതീഷേട്ടൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ആദ്യരാത്രി എന്ന് പറയണതേ നമ്മൾ ജനിച്ചിട്ടുള്ള ആദ്യരാത്രിയാണ് നമ്മുടെ ശരിക്കുള്ള ആദ്യരാത്രി. പിന്നീട് വരുന്നതൊക്കെ രണ്ടാമത്തെ രാത്രികളാണ്. എന്നാലും വേറെ കുറച്ച് ആദ്യരാത്രികളുണ്ട്. ഒരു പുക വലിച്ചവന്റെ ആദ്യത്തെ രാത്രി എന്ന് പറയുന്നത് ഏലക്കായയും സർവ്വസുഗന്ധിയും എല്ലാം നിറഞ്ഞതായിരിക്കും. പിന്നീട് അങ്ങ് മൊത്തം ഒരു പുകമായി വരികയുള്ളൂ. ഒരു വണ്ടി വെടിച്ചവന്റെ ആദ്യത്തെ രാത്രി അന്ന് അവൻ എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതി എന്നായിരിക്കുള്ളൂ ചിന്ത. പിന്നെ വണ്ടി എടുത്ത് ഓടണ്ടേ, പിറ്റേ മാസം തുടങ്ങി എങ്ങനെയാലും CC അടയ്ക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. കഷ്ടപ്പെട്ട് ഒരു വീട് വെക്കുന്നുണ്ടവന്റെ ആദ്യത്തെ രാത്രിയുടെ സങ്കല്പം എന്തായിരിക്കും എന്നറിയോ? എങ്ങനെയെങ്കിലും ആ വീട് വെച്ചൊന്ന് അതിനകത്ത് കിടന്നുറങ്ങിയാൽ മതി എന്ന്. പക്ഷേ പിന്നെ അവന് മനസ്സിലാവുക പിന്നീടുള്ളത് മുഴുവൻ കാളരാത്രി ആയിരിക്കുള്ളൂ. ഇനി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ശരിക്കുള്ള ആദ്യരാത്രിയെ കുറിച്ചുകൂടെ ഒന്ന് പറയാം. എന്റെ ആദ്യരാത്രി തന്നെ തുടങ്ങാം. പക്ഷെ ആദ്യരാത്രിയെ കുറിച്ച് പറയുന്നതിന് മുൻപ് അതിന് തൊട്ട് മുന്നുള്ള രാത്രിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എന്റെയും എന്റെ ചങ്കത്തി കൂട്ടുകാരത്തിന്റെയും കല്യാണം ഒരൊറ്റ ദിവസമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് തലേന്ന് ടെൻഷൻ അടിച്ചു. പക്ഷേ അവളുടെ 9 കാമുകന്മാരിൽ ഏതെങ്കിലും ഒരുത്തം പിറ്റേന്ന് താലികെട്ടിന് മുന്നിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നായിരുന്നു അവളുടെ ടെൻഷൻ. എന്റെ ടെൻഷൻ നേരെ മറിച്ച് ബ്യൂട്ടീഷ്യൻ ചേച്ചി വന്നിട്ട് എനിക്ക് എങ്ങനെ മുല്ലപ്പൂ വെച്ച് തരും, സാരിക്ക് എത്ര ഫ്ലീറ്റ്സ് എടുക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു. ഈ ടെൻഷനൊക്കെ ഒടുവിൽ പിന്നെ ആദ്യരാത്രി മിച്ചം വന്ന് ഇഞ്ചിക്കറി തൊട്ട് തലേന്ന് ഇള്ളിയൊക്കെ കൊഞ്ചിന്റെ തോട് തീർന്നാലും പോവില്ല എന്ന് പറഞ്ഞ് അടിച്ച് കൊഞ്ചാരിക്കണ ചേട്ടന്റെ കുറെ കൂട്ടുകാരന്മാര്. പക്ഷെ അതിൽ അനീഷേനും സുനീഷേനും സിബിയും വളരെ ഡീസന്റ് ആയിരുന്നു. വേറെ ഒന്നല്ല, അവന്മാരെ എന്റെ 9ാം മാസത്തിന്റെ നെയ്യപ്പവും കൂടെ തിന്നിട്ടാ വീട്ടിൽ നിന്ന് പോയത്. ഇനി നമുക്ക് ആദ്യരാത്രിയിലേക്ക് വരാം. ഇവന്മാരുടെ വക ഒരു പാട്ടുണ്ടായിരുന്നു. മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കി മധുവിധു വാസന്തരാവിൽ. രമേശേട്ടാ, ഈ പാട്ട് സിറ്റുവേഷന് യോജിച്ചാണെന്ന് എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. ആദ്യരാത്രി എന്ന് പറയുമ്പോൾ ചെറിയൊരു റൊമാൻറ്റിക്കും ഇങ്ങനെയൊക്കെ വേണ്ടേ? എന്റെ കെട്ടിയവൻ നല്ല റൊമാൻറ്റിക് ആയിരുന്നു. ജനൽ കമ്പിയിൽ പിടിച്ചിട്ട് മാനത്തെ ചന്ദ്രനെ നോക്കി നിൽക്കുന്ന ചേട്ടനെ പ്രതീക്ഷിച്ചാണ് ഞാൻ റൂമിലേക്ക് ചെന്നത്. പക്ഷെ ആള് കട്ടിലിരിക്കുകയായിരുന്നു. പക്ഷെ പാട്ടുണ്ടായിരുന്നു. മധുവിധുരാവുകളെ സുരഭിലയാമങ്ങളെ മടിയിലൊരാൺപൂവിനെത്താ. പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കട്ടിലിന്റെ മുകളിൽ നിന്ന് പൊട്ടി മടിയിലേക്ക് വീണ മുല്ലപ്പൂ എടുത്ത് മാറ്റാനുള്ള താല്പര്യം പോലും പുള്ളിക്കുണ്ടായിരുന്നില്ല. വേറൊന്നല്ല, ആള് ടെൻഷനിലായിരുന്നു. എന്താ ദൂരം തെറ്റിദ്ധരിക്കണ്ട. തടവള ഊരിയാലാണോ 2 ചെറിയ വള ഊരിയാലാണോ പാചകക്കാരനെയും പന്തലുകാരനെയും സെറ്റാക്കുക? ഇതെന്റെ ചേട്ടനല്ലേ, ആദ്യരാത്രി അല്ലേ, ഞാനധികം ടെൻഷനാക്കിയില്ല. നിങ്ങളെന്റെ ഒന്നും ഊരുമില്ല, നിങ്ങളുടെ അമ്മയുടെ വളയോ മാല എന്താ ഊരി വെച്ചിട്ട് അവരെ സെറ്റാക്കി കിട്ടുമെന്ന് ഞാൻ അപ്പം തന്നെ പറഞ്ഞു. പിന്നീട് അങ്ങോട്ട് മഴ പെയ്ത് തവള കരഞ്ഞാലും പുള്ളി തടവളാന്നേ കേൾക്കാറുള്ളൂ. ആദ്യരാത്രിയൊക്കെ കഴിഞ്ഞു. ഈ ആദ്യരാത്രിയെ പോലെ തന്നെ ഭയങ്കര ടാസ്ക്കാണ് ആദ്യ പകലെന്ന് പറയണത്. ചാർലി ചാപ്ലിന്റെ സിനിമ കാണിച്ചാൽ പോലും ചിരിക്കില്ല എന്ന് പറഞ്ഞ് ബലം പിടിച്ചിരിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മായിയമ്മ. 10 കൊല്ലം എടുത്ത് അവരുടെ മുഖത്തൊന്നും ഒരു പുഞ്ചിരിയെങ്കിലും ഞാൻ വരുത്തിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ പതിവായി ചിരിക്കാറുണ്ട്. ഫണ്ട്സ് അപ്പോണായിട്ടേ മുടങ്ങാതെ കാണും. മാസത്തിൽ 2 തവണ ലീവ് എടുക്കും. അന്ന് എൻ്റെ ടെലികാസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ ആദ്യരാത്രിയെ കുറിച്ച് കൂടെ പറയാൻ വിചാരിച്ചു.
43 കൊല്ലം കഴിഞ്ഞിട്ടും ആദ്യരാത്രിയെ കുറിച്ച് പരാതി പറഞ്ഞ് തല്ലുടിച്ചോണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് എൻ്റെ അമ്മായച്ചൻ. എൻ്റെ അച്ഛൻ അമ്മയോട് ചോദിക്കുന്ന 3-4 ചോദ്യങ്ങളുണ്ട്. നിന്റെ കല്യാണം കഴിച്ച അന്ന് രാത്രി എനിക്ക് കിടക്കാൻ നിന്റെ വീട്ടുകാർ എനിക്ക് ഒരു കട്ടില് തന്നോ, ഒരു പായ തന്നോ, അറ്റ്ലീസ്റ്റ് ഒരു തലേണ തന്നോ? എന്നും വഴക്കാ. ഒരു ദിവസം ഞാനിതിന് എല്ലാത്തിനും കൂടെ ഒരൊറ്റ ഉത്തരച്ചന് കൊടുത്ത്, ഇതൊന്നും തന്നില്ലെങ്കിലും നല്ല 3 മക്കളെ തന്നില്ലേ അമ്മാച്ചനി ചോദിച്ചു. ആ പരിപാടി അവസാനിച്ചു. നേരെ തിരിഞ്ഞ് ഞാൻ അമ്മേനോട് ചോദിച്ചു, അമ്മ ഇവിടെ വന്നപ്പോ അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു? എടി പെണ്ണെ നീ കേക്കണം, സ്വന്തമായിട്ട് അടക്കാമരവും പഞ്ഞിമരം ഉള്ളതിന്റെ അഹങ്കാരം 3-4 അടക്കാത്തൂണും കുഴിച്ചിട്ട് അതിന്റെ മീതെ 4 പട്ടികയും അടിച്ച് അമ്മുമ്മയുടെ കോറസാരിയിൽ പഞ്ഞി നിറച്ചിട്ടതാണ് ഇങ്ങൂരി പറയണ പൂമെത്ത. അത് ശരിക്കും ആദ്യരാത്രി ആയിരുന്നില്ല, അന്ത്യരാത്രി ആയിരുന്നു. ഈ ആദ്യരാത്രിയും അന്ത്യരാത്രിയും തമ്മിലൊരു നല്ല കോമ്പിനേഷൻ ഉണ്ട്. വേറെ ഒന്നുമല്ല, കട്ടിലിമേൽ പൂവിട്ടിട്ട് അതിൻ്റെ മീത് നമ്മൾ കിടക്കുന്ന ആദ്യരാത്രി, നമ്മൾ കിടന്നിട്ട് നമ്മുടെ മേത്ത് പൂവിടുന്നത് അന്ത്യരാത്രി. ഇനിയിപ്പോൾ ആദ്യരാത്രി ആഘോഷിക്കാൻ പോകുന്നവരോട് എല്ലാവരോടും എനിക്ക് പ്രത്യേകിച്ച് ഒന്ന് മാത്രം പറയാനുള്ളൂ, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. Once upon a time, once upon a time.